എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. ഈ വീഡിയോയിൽ ഇന്ന് വാർത്തയിൽ നമ്മൾ കണ്ടതാണ്. ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്നലെ, നമ്മുടെ നാദിർ ഷായുടെ ക്യാറ്റിനെ എറണാകുളത്തെ മെഡിസിറ്റിയുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ, അതായത് പെറ്റ് ഹോസ്പിറ്റൽ എന്ന് പറയും. പെറ്റ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിദേശത്തൊക്കെ കണ്ടിട്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ് പെറ്റ് ഹോസ്പിറ്റൽ. അതായത് നമ്മുടെ വളർത്തു മൃഗങ്ങളെ ചികിത്സിക്കാനും അതിനെ സംബന്ധിച്ച് അതിന് അസുഖങ്ങളൊക്കെ വന്നാലും, അതായത് മൃഗാശുപത്രി എന്ന് പറയുന്ന ഒരു ഹൈടെക് മൃഗാശുപത്രി എന്ന് തന്നെ പറയാം. ആ ഹോസ്പിറ്റൽ എറണാകുളത്തുണ്ട്. അവിടെ നാദിർ ഷായുടെ ക്യാറ്റ്, നാദിർ ഷായുടെ മകൾ ഓമനിച്ച് വളർത്തുന്ന ക്യാറ്റ്, അതിനെ ഗ്രൂമിങ് ചെയ്യുന്നതിന് വേണ്ടി, അതിൻ്റെ മുടികളും താടി, അത് ഒരു പേർഷ്യൻ ക്യാറ്റാണ്. അപ്പോൾ അതിൻ്റെ രോമങ്ങൾ കത്തിരിക്കണം. അതിനെ ഗ്രൂമിങ് ചെയ്യുന്നതിനൊക്കെ വേണ്ടി എറണാകുളത്തുള്ള ഒരു മൃഗ ആശുപത്രിയിൽ, അതായത് ഹൈടെക് ഹോസ്പിറ്റൽ, അതായത് പെറ്റുകളുടെ ഒരു ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് മയക്കാനുള്ള മരുന്നെടുത്ത് അത് കഴിഞ്ഞത് ഗ്രൂമിങ് ചെയ്യുമെന്നുള്ളതാണ്. ഗ്രൂമിങ് ചെയ്ത് അത് ശല്യങ്ങളൊന്നും ഉണ്ടാക്കാതെ, ഗാന്ധിയും ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അതിനെ സഡേറ്റീവ് എടുത്തിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാണ് വാർത്തയിൽ വന്ന കാര്യം. ഇനി നമ്മുടെ നാദിർ ഷായുടെ വാക്കുകൾ നമുക്ക് കേൾക്കാം. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ മോളും കൂടെ ഈ ഗ്രൂമിങ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട്, ഈ ഹോസ്പിറ്റലിൽ നിന്ന് സഡേഷൻ കഴിഞ്ഞ് അതിന് വേറൊരു സ്ഥലത്താണ് ഇതിൻ്റെ രോമങ്ങളൊക്കെ കത്തിരിക്കുകയൊക്കെ ചെയ്ത് വൃത്തിയാക്കുന്നതിന്, ഒരു പേർഷ്യൻ പൂച്ചയായതുകൊണ്ട്. അപ്പം അങ്ങനെ ഗ്രൂമിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ സഡേഷൻ കൊടുക്കുന്ന സമയത്ത് മകളോട് ആ ആശുപത്രി അധികൃതർ പറഞ്ഞു, അതുപോലെ തന്നെ ഈ ഗ്രൂമിങ് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട്, ഇതിനും വലിയ, അപ്പം ഈ പെൺകുട്ടി, അതായത് നാദിർ ഷായുടെ മകൾ പറയുന്നുണ്ട്, ഇത് ഇച്ചിരി അഗ്രസീവാണ്, അതുകൊണ്ട് ഇതിനെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞില്ല, ഇതിലും വലിയതിനെ ഞങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിനെ അവിടെ തന്നെ അവർ ഗ്രൂമിങ് ചെയ്യാൻ ഒരുങ്ങുകയും, അത് അഗ്രസീവ് ആകുന്ന സമയത്ത് അതിൻ്റെ കഴുത്തിൽ കയറ് കെട്ടി, ഓർക്കണം, പൂച്ചയുടെ കഴുത്തിൽ കയറ് കെട്ടിയാണ് അതിനെ വലിച്ചുകൊണ്ട് പോകുന്നത് തൻ്റെ മകൾ കണ്ടു എന്നാണ് നാദിർ ഷാ പറയുന്നത്. ഹോസ്പിറ്റൽ അധികാരി ഇതേക്കുറിച്ചൊന്നും പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. എങ്കിൽ തന്നെ ഇത് വളരെ ഒരു ഒഫൻസീവായ ഒരു കേസും ആണ്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നാദിർ ഷാ അല്ലെങ്കിൽ ഒരു പെറ്റ് ഓമനിച്ച് വളർത്തുന്ന ഒരു മൃഗത്തെ നഷ്ടപ്പെടുമ്പോൾ ആ യജമാനന് ഉണ്ടാകുന്ന വളരെ ഹേർട്ട് ബ്രേക്കിംഗ്, അതായത് മനസ്സിന് വളരെയധികം വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ പട്ടിയെയും പൂച്ചയെയും ഒക്കെ വളർത്തി ഇത് ചത്തു കഴിയുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ആയുസ് ഇത്ര വർഷം ഉണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഇത് ചാവുകയും, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ നാദിർ ഷായുടെ കുടുംബത്തിനും വളരെ വിഷമം ഉണ്ടാക്കി അവരതിന് കേസിന് വരെ പോയിട്ടുണ്ടെന്നാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നാദിർ ഷാ പിന്നെയും പറയുന്നുണ്ട്, ആ ഹോസ്പിറ്റലിൽ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് വേറെ ഏതൊരു ഡോക്ടറാണ് അതിനെ സഡേഷൻ എടുത്ത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ സംഭവിക്കാതെ ഇരിക്കുന്നതാണ്. എന്നിരുന്നാൽ തന്നെ വേറൊരു മെയിൻ പ്രശ്നം, നാദിർ ഷാ ഇതിന് കേസ് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ആ കേസ് ഏത് രീതിയിൽ നിലനിൽക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭാരതീയ നിയമസംഹിത അനുസരിച്ച് IPC, അതായത് പഴയ IPC ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് 428, 429 വകുപ്പ് പ്രകാരം മൃഗങ്ങളെ പീഡിപ്പിച്ച് കൊല്ലുന്നത് വളരെ കുറ്റകരമാണ്. 5 വർഷം വരെ തടവും അതോടൊപ്പം തന്നെ ഫൈനും ഈടാക്കുന്ന കുറ്റകരമാണ്. അതുപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി ടു ആനിമൽ ആക്ട് പ്രകാരം, 1960 ആനിമൽ ആക്ട് പ്രകാരം ഇത് ക്യാറ്റിനെയും ആ ഗണത്തിൽ പെടുത്തിയിട്ടുണ്ട്. അതായത് ആനിമലിനെ മൃഗീയമായി കൊല്ലപ്പെടുത്തുകയോ പീഡിപ്പിക്കുകയോ ചെയ്യുമ്പോൾ അതും 5 വർഷം വരെ തടവ് ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ ഫൈനും ഈടാക്കുന്ന ഒരു കുറ്റമാണ്. അതോടൊപ്പം തന്നെ വൈൽഡ് ലൈഫ് ആക്ട് പ്രകാരം, അതോടൊപ്പം തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അതുപ്രകാരം ക്യാറ്റ് ഒരു പ്രൊട്ടക്റ്റഡ് സ്പീഷീസിൽ പെട്ട വർഗമാണ്. അതുകൊണ്ട് അവിടെയും കേസുണ്ട്. ഇപ്പം 3 വകുപ്പ് പ്രകാരം, അല്ലെങ്കിൽ IPC, പ്രിവെൻഷൻ പ്രൊട്ടക്ഷൻ ആക്ട്, ആനിമൽ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ആക്ട്, ഈ 3 ലോ
ഈ കുറ്റം തെളിഞ്ഞാൽ, ഇങ്ങനെ വലിച്ചിഴച്ച് കഴുത്തിൽ മുറുക്കി കൊന്നു എന്നുള്ള കുറ്റം തെളിഞ്ഞാൽ അവർക്ക് കിട്ടാവുന്ന ശിക്ഷയാണ്. ഇതെല്ലാം കൂടെ ഒരു 10 വർഷത്തെ അല്ലെങ്കിൽ ഒരു 15 വർഷത്തെ തടവും അതോടൊപ്പം തന്നെ നല്ലൊരു പെനാൽറ്റിയും അടയ്ക്കേണ്ടി വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ കുറ്റം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് ഏത് നിമിഷവും ഈ കേസ് മുന്നോട്ട് പോകാവുന്നതും നാദിർ ഷാ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇതൊരു ഒത്തുതീർപ്പിനോ കോംപ്രമൈസിനോ ചെയ്യാൻ കഴിയാത്തൊരു കാര്യം കൂടാണ്. കാരണം ഇങ്ങനൊരു സംഭവത്തിന് പോലീസിന് അല്ലെങ്കിൽ ഈ IPC ആക്ട് പ്രകാരം സ്വമേധയാ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച് അതിൻ്റെ ശിക്ഷ ആൾക്കാർക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തെ മെയിൻ കാരണം. നാദിർ ഷായുടെ പൂച്ച അല്ലെങ്കിൽ നാദിർ ഷായുടെ ക്യാറ്റ് എന്നുള്ളതിനുപരി ഇതൊരു വൈൽഡ് ലൈഫ് അല്ലെങ്കിൽ അത് ഒരു വന്യജീവി സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഉൾപ്പെടുന്ന ഒരു തന്നെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ, അതായത് മൃഗങ്ങൾക്കെതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ വേണ്ടിയാണ് ഇങ്ങനൊരു ആക്റ്റുകൾ കുറേ നിലവിലുള്ളത്. അപ്പോൾ അതനുസരിച്ച് എന്ത് തന്നെയായാലും ഇതിൻ്റെ പേരിൽ നല്ലൊരു കേസ് ഇത് ആരാണോ ചെയ്തത് അവർക്കെതിരെയൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. എന്ത് തന്നെയായാലും നമുക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മളൊക്കെ ഓമനിച്ച് വളർത്തുന്ന ഓമന മൃഗം. പട്ടി, പൂച്ച, തത്ത, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ മനുഷ്യൻ ഓമനിച്ച് വളർത്തുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ സിംഹത്തെയും പുലിയെയും വരെ ഓമനിച്ചല്ല അവർ മെരുക്കി വളർത്തുന്നുണ്ട്. അപ്പം മെരുക്കി വളർത്തുന്നതും ഓമനിച്ച് വളർത്തുന്നതും രണ്ടും രണ്ടാണ്. ഓമനിച്ച് വളർത്തുന്ന ഓമന മൃഗങ്ങളാണ് പട്ടി, പൂച്ച. ഇതിൻ്റെയൊക്കെ ഇങ്ങനൊരു വിയോഗം ഉണ്ടാകുമ്പോൾ 100% ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കും. അതുകൊണ്ടായിരിക്കാം നാദിർ ഷാ ഇത്രയധികം വൈകാരികത്തോടെ ചാനലുകളിൽ പ്രതികരിക്കുന്നതും അതിൻ്റെ പേരിൽ കേസിന് ഒക്കെ പോകുന്നതും ഒക്കെ നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഈ ഡോഗിനെ ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി വെച്ച് അതിന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അതിൻ്റെ മരണകാരണങ്ങൾ വിശദമാക്കി പിന്നീട് ഇതൊക്കെ തെളിവാണ് കോടതിയിൽ കൊടുക്കേണ്ടത്. അതനുസരിച്ച് കേസുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് നാദിർ ഷായെ പറ്റി അറിയാം, അദ്ദേഹം ഒരു ആക്ടറാണ്, അതിനോടൊപ്പം തന്നെ ഒരു ഡയറക്ടറാണ്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഇത്ര സെലിബ്രിറ്റിയായ ഒരു വ്യക്തി ഇവിടെ ക്യാറ്റായതുകൊണ്ട് മാത്രമാണ് ഇത് സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രയും പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളുണ്ടായി വന്നത്. സാധാരണക്കാരുടെ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരുടെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഒരുപക്ഷെ അത് പുറം ലോകം അറിയുകയോ മൃഗത്തിൻ്റെ സംരക്ഷണവും ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക പോലും ചെയ്യത്തില്ല. സാധാരണ ഒരു വീട്ടിൽ ഒരു പൂച്ചയെ കൊണ്ടുവന്നു അവിടെ ഗ്രൂമിങ് ചെയ്യാൻ കൊണ്ടുവന്നു, അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ സമൂഹം അല്ലെങ്കിൽ അതിനെപ്പറ്റി ആരും ചിന്തിക്കുകയോ അതിനെപ്പറ്റി ആരും സംവാദം നടത്തുകയോ ഒന്നും ചെയ്യാറില്ല. എന്ത് തന്നെയായാലും ഈ നാദിർ ഷായുടെ ഈ പൂച്ചയ്ക്ക് പറ്റിയത് കൊണ്ട് ഇനിയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം. വന്യജീവി സംരക്ഷണ ആക്ട്, അതുപോലെ തന്നെ മൃഗങ്ങളെ, അതായത് പാമ്പ്, ഒരുപാട് ജീവികൾ വൈൽഡ് ലൈഫ് ആക്റ്റിൽ പെടുന്ന മൃഗങ്ങളുണ്ട്. അതിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ വൈൽഡ് ലൈഫ് ആനിമലിൽ ഉൾപ്പെടുന്ന ജീവികളെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. കാരണം അതിൻ്റെ സ്പീഷീസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഓരോ ജീവികളും നമുക്ക് ഭൂമിയിൽ അവരുടെ വംശനാശം ഭീഷണി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പെടുത്തിയിട്ടുണ്ട് ക്യാറ്റിനെ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും പുതിയ അറിവ്. കുറച്ച് നാളായി ക്യാറ്റും ഈ വൈൽഡ് ലൈഫും പ്രൊട്ടക്ഷൻ ഓഫ് പ്രിവെൻഷൻ ഓഫ് ക്രുവാലിറ്റി ആക്ട് പ്രകാരമൊക്കെ മൃഗങ്ങളുടെ കൂട്ടത്തിൽ ക്യാറ്റും ഉൾപ്പെടുന്നുണ്ടെന്നാണ് വാസ്തവമായ കാര്യം.